പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ CP ഷിഹാബ് എന്ന് പറയുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി അദ്ദേഹം ചെറിയൊരു അകൽച്ചയിലാണ് ഉള്ളത് എന്നുള്ളൊരു ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, CP ഷിഹാബിനെ എല്ലാവർക്കും അറിയായിരിക്കും. കാരണം അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം എല്ലാവരുടെ മുന്നിലും ജീവിച്ച് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന കാലം തൊട്ടേനെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. പിന്നെ ആ മുതുകാടിൻ്റെ പ്രശ്നം വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ വാട്ട് നെക്സ്റ്റ്, സനക്ക് സനന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാമെന്ന് ഞാൻ സനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ആ കല്യാണ സമയത്ത് തന്നെ അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് ഇവരുടെ സന്തോഷം, അവർക്ക് ആദ്യഘട്ടങ്ങളിൽ കിട്ടുന്ന സന്തോഷം എപ്പോഴും കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇടയ്ക്ക് വെച്ചിട്ടെങ്കിലും ആ സന്തോഷമൊക്കെ ഒന്ന് ഇതായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാമെന്നുള്ള ആ ഒരു ലെവൽ അവർ ആ ഒരു എഗ്രിമെൻ്റ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ നമ്മുടെ ഷിഹാബ് പറയുന്ന വീഡിയോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് പറഞ്ഞതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ലൈഫിൽ ഹാപ്പിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കൊണ്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ. എപ്പോഴും സങ്കടപ്പെടാനേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷേ എങ്കിലും ഷിഹാബിൻ്റെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം വരുന്നു. കാരണം അവരുടെ വൈഫ് തന്നെ പറയുന്നുണ്ട് ജിമ്മിലൊക്കെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഘട്ടത്തിൽ എൻ്റെ ഭർത്താവിനെ എടുക്കേണ്ടി വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള ഒരു പവർ കിട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജിമ്മിലൊക്കെ പോകുന്നത് എന്നൊക്കെ പറയുന്നു. ഇവർ 8 വർഷത്തോളം പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയപ്പെട്ട ആ പെണ്ണിനോട് ഒരുപാട് ആദരവ് തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചുമായി, ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഇവർ ഡിവോഴ്സ്ഡ് ആയോ, എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയില്ല. അതൊന്നും അവരൊരിക്കലും പുറത്ത് പറയണമെന്നില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും സ്നേഹത്തോടെ ആ ഭാര്യയെ കൊണ്ടു നടക്കുന്ന ഷിഹാബിനെയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഭാര്യ ആയാലും നല്ല രീതിയിൽ തന്നെ ഭർത്താവിനെ നോക്കുകയും എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും എല്ലാവരുടെയും മുൻനിരയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ആ കുട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയില്ല, അത് അവരുടേത് മാത്രം പേഴ്സണലായിട്ട് കാര്യങ്ങളാണ്. എന്തായാലും ആ കുട്ടി ഷിഹാബ് കാരണമാണ് തന്നെയാണ് അയാളുടെ ഭാര്യ ഒരുപാട് അറിയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെ ഇടയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെയും അവർ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എങ്കിലും ഇത് കേട്ടപ്പോൾ ഒരു വല്ലാതെ വിഷമം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. എന്ത് തന്നെ ആയാലും അവരുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവർ രണ്ടാളും വേർപിരിയാതെ ഒരുമിച്ച് തന്നെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ പോലെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കൊന്നും നടക്കാൻ വയ്യാതാകുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്, അല്ലേ? എൻ്റെയൊക്കെ അനുഭവം വെച്ചിട്ട് അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലും വല്ലാത്ത അവസരങ്ങളിലും ഒക്കെ ഉള്ള സമയത്ത് എൻ്റെ പാർട്ട്ണർ തന്നെയാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. എന്നെ അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടുകാരുടെ ആയാലും നമ്മുടെ പാർട്ട്ണറുടെ ആയാലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പകുതിയിൽ വെച്ച് നമ്മൾ തളർന്നു പോയാലും നമ്മളെ ഒഴിവാക്കപ്പെട്ടാലും നമുക്കത് വല്ലാതെ വേദനയായിരിക്കും. പക്ഷേ അത് ആലോചിക്കുമ്പോൾ അത് നമുക്ക് ദൈവം തരുന്നൊരു വരദാനം തന്നെ ആയിരിക്കാം അത്. കാരണം നല്ലൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവങ്ങൾ തന്നെയാണ്. നമ്മളെത്ര എന്ത് തന്നെ വിഷമം അനുഭവിച്ചാലും എന്ത് തന്നെയായാലും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ, അത് നമ്മുടെ വലിയ അനുഗ്രഹം തന്നെയാണ്. അത് അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം എൻ്റെ പാർട്ട്ണറും അങ്ങനെ തന്നെ ആണ്, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള ഒരവസ്ഥ എങ്ങനെയായിരിക്കുന്ന പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഷിഹാബിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ആ കുട്ടി തിരിച്ചു വരട്ടെ എന്നാണ്, എന്ത് തന്നെ അവരുടെ കയ്യിൽ സംഭവിച്ചാലും ആ കുട്ടി തിരിച്ചു വരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഷിഹാബിനും കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. അപ്പോൾ മറക്കാൻ പാടില്ല, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.